Hi friends, welcome back to my channel. ഇന്ന് നമുക്ക് ശരവണഭവൻ സ്റ്റൈലിൽ കോക്കനട്ട് ചട്നി തയ്യാറാക്കാം. നമ്മൾ സാധാരണ വീട്ടിൽ തയ്യാറാക്കുന്നതിനേക്കാളിൽ കുറച്ച് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് ഈ ചട്നി തയ്യാറാക്കുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചിരവി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങയിലാണ് ഈ ചട്നി തയ്യാറാക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. ഇത് മിസ്സാകല്. ഇത് ചേർക്കുമ്പോഴാണ് നമ്മുടെ ചട്നിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുക. ഇനി 4 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ചെറിയ അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. അത് ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്, അതായത് നല്ല ജീരകം. അത് 2 പിഞ്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചട്നിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനിയാണ് നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നത്. പാലാണ്, ഫ്രഷ് പാലാണ്. ഇതിലേക്ക് നമ്മൾ പാല് ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. പുതിനയിലയുടെയൊക്കെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ആവശ്യത്തിന് പുതിനയില ചേർത്തിട്ട് അരച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിയില്ലാതെ തന്നെ അരച്ചെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി അല്പം തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ ആവശ്യത്തിന് പാല് ചേർത്ത് ലൂസാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, ഒരുപാടങ്ങ് ലൂസും അല്ല ഒരുപാടങ്ങ് തിക്കും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിവിടെ ചട്നി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ച് ചേർക്കണം. അതിനായിട്ടൊരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ചൂടാകുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. അങ്ങനെ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 പിഞ്ച് നല്ല ജീരകം, അതായത് ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 3-4 ചുവന്നുള്ളി സ്ലൈസായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ഗോൾഡൻ കളറാവുന്ന വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് വറ്റമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വറ്റമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം തീരെ കുറച്ചിട്ട് വേണം കേട്ടോ റോസ്റ്റ് ചെയ്യാനായിട്ട്, പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് നമുക്ക് ചട്നിയിലേക്ക് താളിച്ചത് ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ വീട്ടിൽ തേങ്ങാ ചട്നി തയ്യാറാക്കുമ്പോൾ അടുപ്പിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാറുണ്ട്. ഇത് നമ്മൾ ചൂടോടുകൂടി തന്നെ താളിച്ചത് ചേർത്തിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ശരവണഭവൻ സ്റ്റൈലിൽ കോക്കനട്ട് ചട്നി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ദോശയ്ക്ക്, ഇഡ്ഡലിക്ക്, നെയ് റോസ്റ്റിനൊക്കെ ഒപ്പം സെർവ് ചെയ്യാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ്. ശരവണഭവനിൽ ചട്നി കഴിച്ചിട്ടവർക്ക് മനസ്സിലാവും, ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ ചട്നിക്ക്. ഇങ്ങനെ കുറേ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് തയ്യാറാക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നല്ല നല്ല റെസിപ്പികളുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.